പ്രിയ വിദ്യാർത്ഥികളെ, അക്കൗണ്ടൻസിയുടെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്. കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായി 13 കോൺസെപ്റ്റുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒരു അക്കൗണ്ടൻറ്റ് അയാളുടെ ജോലി ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട കോൺസെപ്റ്റുകളാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഒന്ന്, ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിങ്. ദെൻ എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ദെൻ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം എന്താണ്. ദെൻ വാട്ട് ഈസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, GST എന്താണ്. ആദ്യം അക്കൗണ്ടിങ്ങിലുള്ള 2 സിസ്റ്റങ്ങൾ വരുന്നുണ്ട്, അത് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ് സമ്പ്രദായങ്ങൾ. 2 സിസ്റ്റമാണുള്ളത്. ഫസ്റ്റ് സിസ്റ്റം ഡബിൾ എൻട്രി സിസ്റ്റം, സെക്കൻഡ് സിസ്റ്റത്തിൻ്റെ പേര് സിംഗിൾ എൻട്രി സിസ്റ്റം. ഡബിൾ എൻട്രി സിസ്റ്റം ആൻഡ് സിംഗിൾ എൻട്രി സിസ്റ്റം. എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് നോക്കാം. ഡബിൾ എൻട്രി സിസ്റ്റം പറയുന്നത് ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ഏതൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും അതിൽ നിങ്ങൾക്ക് 2 ഘടകങ്ങൾ കാണാൻ പറ്റും, 2 ആസ്പെക്റ്റുകൾ നിങ്ങൾക്കതിൽ കണ്ടെത്താൻ കഴിയും. ആ 2 ആസ്പെക്റ്റുകളും കണ്ടെത്തി അത് രണ്ടും രേഖപ്പെടുത്തണം എന്നാണ് ഡബിൾ എൻട്രി സിസ്റ്റം പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ ഫോർ ക്യാഷ് ₹40,000. ഒരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് 40,000 രൂപ വിലയുള്ള ഒരു കമ്പ്യൂട്ടർ വാങ്ങി. അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ബിസിനസ്സിലേക്ക് ഒരു കമ്പ്യൂട്ടർ പുതിയതായി വന്നിട്ടുണ്ട്. അതിന് പകരമായി 40,000 രൂപ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ ബിസിനസ്സിലേക്ക് വന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ആസ്പെക്റ്റ്. ദെൻ ബിസിനസ്സിൽ നിന്ന് 40,000 രൂപ പേയ്മെൻറ്റ് നടത്തി എന്നുള്ളതാണ് രണ്ടാമത്തെ ആസ്പെക്റ്റ്. അപ്പോൾ ഈ എക്സാമ്പിളിൽ കമ്പ്യൂട്ടറാണ് റിസീവിങ് ആസ്പെക്റ്റ്, ദെൻ ക്യാഷാണ് ഗിവിങ് ആസ്പെക്റ്റ്. അപ്പോൾ ഇതാണ് ഈ സിസ്റ്റം പറയുന്നത്. ഏത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും ഈ രീതിയിലുള്ള 2 ആസ്പെക്റ്റുകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഇതിൽ റിസീവിങ് ആസ്പെക്റ്റിനെ അക്കൗണ്ടിങ് ലാംഗ്വേജിൽ പറയുന്ന പേരെന്താണ്? കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. എന്താണ്? ഡെബിറ്റ് എന്ന് പറയും. ദെൻ ഗിവിങ് ആസ്പെക്റ്റിനെ പറയുന്ന പേരാണ് ക്രെഡിറ്റ്. ഈ ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്നത് ഡ്വൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഡ്വൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് പറയുന്നത് ഫോർ എവരി ഡെബിറ്റ് ദർ ഇസ് എ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിസീവിങ് ആസ്പെക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ എന്തും നമുക്ക് കാണാൻ കഴിയും, ഒരു ഗിവിങ് ആസ്പെക്റ്റ് നമുക്ക് കാണാൻ കഴിയും. ഈ 2 ആസ്പെക്റ്റുകളുടെയും എമൗണ്ട് നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഈക്വലായിട്ട് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ 40,000 രൂപയുടെ കമ്പ്യൂട്ടർ ഇങ്ങോട്ട് വരുമ്പോൾ അതിന് തുല്യമായിട്ട് 40,000 രൂപയാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത്. ഇപ്പോൾ റിസീവിങ് ആസ്പെക്റ്റിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള എമൗണ്ടും ഗിവിങ് ആസ്പെക്റ്റിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള എമൗണ്ടും എപ്പോഴും സെയിം ആയിരിക്കും. എന്ന് പറയുമ്പോൾ ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും എപ്പോഴും സെയിം ആയിരിക്കും. അങ്ങനെ ഡ്വൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണ് ഡബിൾ എൻട്രി സിസ്റ്റം. ദിസ് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ദ ഡ്വൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് which states that every transaction, for every transaction there are 2 aspects, one receiving aspect that is debit and one giving aspect that is credit. Both aspects are recorded. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഓരോ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിലെയും 2 ആസ്പെക്റ്റുകളും കണ്ടെത്തി, ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും നമ്മൾ കണ്ടെത്തി 2 ആസ്പെക്റ്റുകളും രേഖപ്പെടുത്തണം എന്നാണ് ഡബിൾ എൻട്രി സിസ്റ്റം പറയുന്നത്. ഈ രണ്ടാമത്തെ സിസ്റ്റം ഏതാണെന്ന് നോക്കാം. സിംഗിൾ എൻട്രി സിസ്റ്റം. അക്കൗണ്ടിങ് നോളേജ് കൃത്യമായി ഇല്ലാത്ത, കണക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തണമെന്ന് നിയമപരമായി നിർബന്ധമില്ലാത്ത ചെറിയ ചെറിയ കച്ചവടക്കാർ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവരുടെ അറിവിനനുസരിച്ച് എഴുതി വെക്കുന്ന രേഖകളെ, കണക്കുകളെയാണ് നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഇതൊരു ഇൻകംപ്ലീറ്റ് റെക്കോർഡാണ്. കംപ്ലീറ്റ് കാര്യങ്ങളും അവർ എഴുതി വെക്കുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ ഓരോ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിലും 2 ആസ്പെക്റ്റുകൾ കണ്ടെത്തി അത് രേഖപ്പെടുത്തണം എന്നുള്ളതാണ് ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഫോളോ ചെയ്യുന്നത് അങ്ങനെയല്ല.
ആ ബിസിനസ് സ്ഥാപനം നടത്തുന്ന ആൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് അയാൾ രേഖപ്പെടുത്തുന്നത്. എല്ലാ ട്രാൻസാക്ഷൻസും അയാൾ രേഖപ്പെടുത്തുന്നില്ല. എല്ലാ ട്രാൻസാക്ഷൻസിലെയും ഈ രണ്ട് ആസ്പെക്റ്റുകൾ കണ്ടെത്തി രണ്ടും രേഖപ്പെടുത്തുന്നില്ല. അപ്പോൾ ചില ട്രാൻസാക്ഷനിൽ രണ്ട് ആസ്പെക്റ്റുകൾ രേഖപ്പെടുത്തും, ചില ട്രാൻസാക്ഷനിൽ ഒരു ആസ്പെക്റ്റ് മാത്രം രേഖപ്പെടുത്തും, ചില ട്രാൻസാക്ഷൻസ് അവർ രേഖപ്പെടുത്താതെ ഒഴിവാക്കും. ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റത്തെയാണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റം ഈസ് ഇൻകംപ്ലീറ്റ് സിൻസ് അണ്ടർ ദിസ് മെത്തേഡ് ദർ ഇസ് നോ പർട്ടിക്കുലർ സിസ്റ്റം വിച്ച് ഹാസ് ടു ബി ഫോളോഡ്. ഇപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്ന പ്രത്യേകിച്ചൊരു സിസ്റ്റം ഒന്നുമില്ല. ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യാത്ത മറ്റ് എല്ലാ കണക്കെഴുത്ത് രീതികളെയും നമ്മൾ പറയുന്ന പേരാണ് സിംഗിൾ എൻട്രി സിസ്റ്റം. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിൻ്റെ അടിസ്ഥാന സമീപനങ്ങൾ. രണ്ട് രീതിയിലാണ് നമ്മൾ കണക്കുകൾ രേഖപ്പെടുത്താറുള്ളത്. ഒന്ന് ക്യാഷ് ബേസിസ്, രണ്ട് അക്രൂവൽ ബേസിസ്. എന്താണ് ക്യാഷ് ബേസിസ് എന്ന് നോക്കാം. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ഈസ് മെയ്ഡ് ഓൺലി വെൻ ക്യാഷ് റിസീവ്ഡ് ഓർ പെയ്ഡ്. ക്യാഷ് ബേസിസിലാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നതെങ്കിൽ അവിടെ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്നത് രണ്ട് സമയത്താണ്. ഒന്നുകിൽ ക്യാഷ് റിസീവ് ചെയ്യണം, അതല്ലെങ്കിൽ ക്യാഷ് പേയ്മെൻറ്റ് നടത്തണം. എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ഒന്നും രേഖപ്പെടുത്തുന്നില്ല. പണം കിട്ടുന്ന സമയത്താണ് റവന്യൂ രേഖപ്പെടുത്തുന്നത്. ദെൻ പണം കൊടുക്കുന്ന സമയത്താണ് എക്സ്പെൻസുകൾ രേഖപ്പെടുത്തുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. If rent for the month of December 2019 is paid in January 2020, it would be recorded in the books of account only in January 2020. 2019 ഡിസംബറിലെ റെന്റ് 2019 ഡിസംബറിൽ പേയ്മെൻറ്റ് നടത്തുന്നില്ല. ദെൻ അത് പേയ്മെൻറ്റ് നടത്തുന്നത് ഏത് മാസമാണ്? 2020 ജനുവരിയിലാണ്. 2019 ഡിസംബർ മാസത്തെ റെന്റ് പേയ്മെൻറ്റ് നടത്തുന്നത് 2020 ജനുവരിയിലാണ്. അപ്പോൾ ഈ എക്സ്പെൻസ് രേഖപ്പെടുത്തുന്നത് 2020 ജനുവരിയിലാണ്. അതിനർത്ഥം 2019 ലാഭവും നഷ്ടവും കണക്കാക്കുന്ന സമയത്ത് ഡിസംബർ മാസത്തെ റെന്റ് ഉൾപ്പെടുത്തുന്നില്ല. 2020 ലാഭവും നഷ്ടവും കണക്കാക്കുന്ന സമയത്താണ് 2019 ഡിസംബർ മാസത്തെ റെന്റ് ചെലവായിട്ട് പരിഗണിക്കുന്നത്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. സിമിലർലി സെയിൽ ഓഫ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഇൻ ദ മന്ത് ഓഫ് ജാനുവരി 2020 would not be recorded in January but recorded when the payment for the same is received. 2020 ജനുവരിയിൽ കുറച്ച് സാധനങ്ങൾ ഒരു കസ്റ്റമർക്ക് കടത്തിന് വിറ്റു. 2020 ജനുവരിയിൽ അത് രേഖപ്പെടുത്തുന്നില്ല, കാരണം അത് ക്രെഡിറ്റ് സെയിൽസ് ആണ്, ക്യാഷ് റിസീവ് ചെയ്തിട്ടില്ല. ഇനി അത് എന്നാണ് രേഖപ്പെടുത്തുന്നത്? എന്നാണോ ആ ക്യാഷ് കിട്ടുന്നത് ആ സമയത്ത് മാത്രമാണ് ആ റവന്യൂ രേഖപ്പെടുത്തുന്നത്. Thus, profit is merely the excess of actual cash receipts over payments. ഈ ക്യാഷ് ബേസിസ് സിസ്റ്റത്തിൽ ലാഭം എന്ന് പറയുന്നത് ആകെ കിട്ടിയ ക്യാഷിൽ നിന്ന് ആകെ നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ള ക്യാഷ് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പ്രോഫിറ്റ് എത്രയാണെന്ന് മനസ്സിലാകുന്നത്. രണ്ടാമത്തെ ബേസിസ് ആണ് അക്രൂവൽ ബേസിസ്. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ഇൻ ദ സെയിം പീരിയഡ് വെദർ പെയ്ഡ് ഓർ നോട്ട്. അക്രൂവൽ ബേസിസ് മാച്ചിങ് കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. അക്രൂവൽ ബേസിസിൽ ഒരു റവന്യൂ രേഖപ്പെടുത്തുന്നത് ആ സാധനം വിൽക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ ആ സേവനം നൽകുന്ന സമയത്താണ്. അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണെങ്കിലും ക്യാഷ് ട്രാൻസാക്ഷൻ ആണെങ്കിലും ആ സാധനം അല്ലെങ്കിൽ ആ സേവനം കൈമാറ്റം ചെയ്യുന്ന സമയത്താണ് അത് വരുമാനമായിട്ട് പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ എക്സ്പെൻസുകളുടെ കാര്യത്തിലും എക്സ്പെൻസ് കൊടുത്താലും ശരി കൊടുത്തില്ലെങ്കിലും ശരി ഓരോ അക്കൗണ്ടിങ് പീരീഡിലും വരുന്ന എക്സ്പെൻസുകൾ ആ അക്കൗണ്ടിങ് പീരീഡിൽ തന്നെയാണ് അക്രൂവൽ ബേസിസിൽ പരിഗണിക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. സെയിൽ ഓഫ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഇൻ ദ മന്ത് ഓഫ് ജാനുവരി 2020 വുഡ് ബി റെക്കോർഡഡ് ഇൻ ജാനുവരി. അപ്പോൾ 2020 ജനുവരിയിൽ ഒരു ക്രെഡിറ്റ് സെയിൽസ് നടന്നാൽ അത് 2020 ജനുവരിയിൽ തന്നെ റെക്കോർഡ് ചെയ്യും. അത് ക്യാഷ് റിസീവ് ചെയ്യുന്നത് വരെ അത് വെയിറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് ആണെങ്കിലും ക്യാഷ് സെയിൽസ് ആണെങ്കിലും ആ സേവനം അതല്ലെങ്കിൽ ആ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് തന്നെ അത് കണക്കിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ
റെന്റ് പേയബിൾ ഫോർ ആൻ അക്കൗണ്ടിംഗ് പീരീഡ് ഈസ് റെക്കോർഡഡ് ഇൻ ദ സെയിം അക്കൗണ്ടിംഗ് പീരീഡ്. 2019 ഡിസംബറിലെ റെന്റ് നമ്മൾ കൊടുക്കാനുണ്ടെങ്കിൽ അത് 2019 ചിലവായിട്ട് തന്നെ പരിഗണിക്കും. 2020 യഥാർത്ഥത്തിൽ അതിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിലും ശരി, അത് 2019 ചിലവായിട്ട് തന്നെ പരിഗണിക്കും. 2020 റെന്റ് കൊടുത്തത് കൊണ്ട് അത് 2020 ചിലവായിട്ട് പരിഗണിക്കുന്നില്ല. കാരണം എന്താണ്? 2020 ജനുവരിയിൽ കൊടുത്തത് ഏത് മാസത്തെ റെൻ്റാണ്? 2019 ഡിസംബർ മാസത്തെ റെൻ്റാണ്. അപ്പോൾ എക്സ്പെൻസ് ആണെങ്കിലും ഇൻകം ആണെങ്കിലും അത് നമ്മൾ കൊടുത്തിട്ടുണ്ടോ അതല്ലെങ്കിൽ നമുക്ക് ആ റവന്യൂ കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിഗണിക്കുന്നില്ല. ഓരോ അക്കൗണ്ടിംഗ് പീരീഡുമായി ബന്ധപ്പെട്ട് വരുന്ന വരവുകളും ചെലവുകളും പരിഗണിക്കുന്ന ഒരു സിസ്റ്റമാണ് അക്രൂവൽ ബേസിസ്. Under this system, the monetary effect of a transaction is taken into account in the period in which they are earned rather than in the period in which cash is actually received or paid by the enterprise. ഇപ്പോൾ ക്യാഷ് കിട്ടുന്നതോ ക്യാഷ് കൊടുക്കുന്നതോ അല്ല അവിടെ പരിഗണിക്കുന്നത്. യഥാർത്ഥത്തിൽ ഏത് സമയത്താണോ ആ സേവനം നമ്മൾ കൈമാറിയിട്ടുള്ളത്, ഏത് സമയത്താണോ നമ്മൾ ഗുഡ്സ് കൈമാറിയിട്ടുള്ളത്, ആ സമയത്ത് തന്നെ അത് റവന്യൂ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ റെന്റ് കൊടുക്കാനുള്ളതാണെങ്കിലും സാലറി കൊടുക്കാനുള്ളതാണെങ്കിലും അതൊക്കെ നമ്മുടെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നു. ദിസ് ഈസ് എ മോർ അപ്രോപ്രിയേറ്റ് ബേസിസ് ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ്സ് ആസ് എക്സ്പെൻസസ് ആർ മാച്ച്ഡ് എഗെയിൻസ്റ്റ് റവന്യൂ ഏൺഡ് ഇൻ റിലേഷൻ ദെയർടു. ഇത് മാച്ചിങ് കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു അക്കൗണ്ടിങ് പീരീഡിലെ റവന്യൂ, ആ അക്കൗണ്ടിങ് പീരീഡിലെ റവന്യൂ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസുകളൊക്കെ നമ്മൾ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ബേസിസ് ആണ് അക്രൂവൽ ബേസിസ്. ഏതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? ക്യാഷ് ബേസിസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇനി എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് മനസ്സിലാക്കാം. അക്കൗണ്ടിങ് മാനദണ്ഡങ്ങൾ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഈസ് ആൻ അതോറിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂഡ് ബൈ ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, എ പ്രൊഫഷണൽ ബോഡി ഓഫ് അക്കൗണ്ടിങ് ഇൻ അവർ കൺട്രി. ഇന്ത്യയിലെ അക്കൗണ്ടിങ് മേഖലയിൽ വരുന്ന കൊണ്ടുവരേണ്ട റൂൾസും റെഗുലേഷൻസൊക്കെ ഫ്രെയിം ചെയ്യുന്ന, നടപ്പിലാക്കാൻ അധികാരമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ അക്കൗണ്ടിങ് മേഖലയിൽ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തയ്യാറാക്കുന്ന മാനദണ്ഡങ്ങളെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. The objective of accounting standard is to bring uniformity in different accounting policies in order to eliminate non-comparability of financial statements for enhancing reliability of financial statements. ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് റിലയബിലിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, വിശ്വാസ്യത കൊണ്ടുവരുന്നതിന് വേണ്ടി, ദെൻ കമ്പാരബിലിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന മാനദണ്ഡങ്ങളെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ തയ്യാറാക്കുന്ന മാനദണ്ഡങ്ങൾ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളും ഫോളോ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് കമ്പാരബിലിറ്റി എന്ന് പറയുന്ന ഫീച്ചർ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. കൂടുതൽ റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് അക്കൗണ്ടിങ് യൂസേഴ്സിന് കൊടുക്കാൻ കഴിയും. ഇനി എന്താണ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം, IFRS, അന്താരാഷ്ട്ര സാമ്പത്തിക റിപ്പോർട്ടിംഗ് സംവിധാനം. IFRS are a set of accounting standard developed by International Accounting Standards Board, on the basis of which financial statements of enterprises are prepared and presented to its users. ഇപ്പോൾ ഗ്ലോബലൈസേഷൻ്റെയും ലിബറലൈസേഷൻ്റെയും ഭാഗമായിട്ട് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ മറ്റ് പല രാജ്യങ്ങളിലും അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഒരു രാജ്യത്തുള്ള ഇൻവെസ്റ്റർ മറ്റ് രാജ്യങ്ങളിലെ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായി നമ്മുടെ ലോകം ഒരു ഗ്ലോബൽ വില്ലേജ് ആയിട്ട് മാറി. അപ്പോൾ ഇങ്ങനെ വിവിധ രാജ്യങ്ങളിൽ ഒരു കമ്പനി പ്രവർത്തിക്കുന്ന സമയത്ത് ആ രാജ്യങ്ങളിലെ എല്ലാം അക്കൗണ്ടിങ് സിസ്റ്റം അല്ലെങ്കിൽ ആ അക്കൗണ്ടിങ് റൂൾസ് ഫോളോ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക്, ഒരു സാഹചര്യത്തിലേക്ക് കമ്പനികൾ വന്നു. അപ്പോൾ ഈ അക്കൗണ്ടിങ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ലോകരാജ്യങ്ങളിൽ വിവിധ കമ്പനികളിൽ പ്രവർത്തിക്കുന്ന അക്കൗണ്ടന്റുമാരുടെ പ്രവർത്തനങ്ങളിൽ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടി
അവർ തയ്യാറാക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആവശ്യമായിട്ട് വരികയാണ്. അങ്ങനെ ആ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡാണ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്തത് ആരാണ്? ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് IASB ആണ് ഈ സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ സിസ്റ്റം വന്നതോടുകൂടി എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? ഒന്ന്, ഹെൽപ്സ് ടു ബ്രിങ് യൂണിഫോമിറ്റി. ഇപ്പോൾ വിവിധ രാജ്യങ്ങളിലെ അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ യൂണിഫോമിറ്റി കൊണ്ടുവരാൻ കഴിഞ്ഞു. വിവിധ രാജ്യങ്ങളിൽ തയ്യാറാക്കുന്ന റിപ്പോർട്ടുകളിൽ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകളിൽ യൂണിഫോമിറ്റി കൊണ്ടുവരാൻ ഈ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ദെൻ ഹെൽപ്സ് ടു പ്രിവെൻറ്റ് എറേഴ്സ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളിൽ വരുന്ന തെറ്റുകൾ നമുക്ക് ഒരു പരിധിവരെ തടയാൻ കഴിഞ്ഞു. ദെൻ കോൺട്രിബ്യൂട്ട്സ് ടു ദ ഫ്രീ ഫ്ലോ ഓഫ് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ എല്ലാ രാജ്യങ്ങളിലും ഫോളോ ചെയ്യുന്ന ഒരു കോമൺ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് നിലവിൽ വന്നതോടുകൂടി കമ്പനികൾക്ക് പല രാജ്യങ്ങളിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുന്നതിനും അവരുടെ പ്രവർത്തനങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും ആർക്ക് കഴിഞ്ഞു? ഇൻ്റർനാഷണലായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് കഴിഞ്ഞു. ഇനി എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് നോക്കാം. ചരക്ക് സേവന നികുതി. അപ്പോൾ നമ്മൾ അടുത്ത കാലത്തായിട്ട് കേട്ടുവരുന്ന ഒരു ടേമാണ് GST. എന്താണ് GST എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ നാഷൻ വൈഡ് ടാക്സ് seeking to unify several indirect taxes and is based on the principle of one nation, one tax. ഇന്ത്യയിൽ പ്രധാനമായിട്ടും രണ്ട് തരം ടാക്സാണ് നിലവിലുള്ളത്. ഒന്ന് ഡയറക്റ്റ് ടാക്സ്, ഒന്ന് ഇൻഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിളാണ് ഇൻകം ടാക്സ്. ഓരോ വ്യക്തികളും അവരുടെ വരുമാനത്തിനനുസരിച്ച് ഗവൺമെൻറ്റിലേക്ക് നേരിട്ട് കൊടുക്കുന്ന ടാക്സാണ് ഡയറക്റ്റ് ടാക്സ്. അതിന് എക്സാമ്പിളാണ് ഇൻകം ടാക്സ്. എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ? സാധനങ്ങളും സേവനങ്ങളും സ്വീകരിക്കുന്ന സമയത്ത് കൺസ്യൂമേഴ്സ് ഗവൺമെൻറ്റിലേക്ക് അടക്കുന്ന ടാക്സാണ് ഇൻഡയറക്റ്റ് ടാക്സ്. അത് നമ്മൾ നേരിട്ടല്ല അടക്കുന്നത്. സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ വിലയോടുകൂടി നമ്മളത് കച്ചവടക്കാർക്ക് കൈമാറുന്നു, കച്ചവടക്കാരത് ഗവൺമെൻറ്റിലേക്ക് കൈമാറുന്നു. അതുകൊണ്ട് അതിനെ നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കുറേയധികം ഇൻഡയറക്റ്റ് ടാക്സുകൾ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നു. അതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ഒറ്റ ടാക്സാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് GST എന്ന് പറയുന്ന ഒരു ടാക്സ് സിസ്റ്റം കൊണ്ടുവന്നത്. GST Act was passed in the Parliament on 24th March 2017 and came into effect from 1st July 2017. 2017 മാർച്ച് 24-നാണ് ഈ GST ആക്ട് പാർലമെൻറ്റിൽ പാസ്സാക്കിയത്. ദെൻ അത് നിലവിൽ വന്നത് 2017 ജൂലൈ 1 മുതലാണ്. ദെൻ ടാക്സസ് മെർജ്ഡ് ടു GST എന്ന് പറയുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് വന്നതോടുകൂടി അതിലേക്ക് മെർജ് ചെയ്തിട്ടുള്ള ടാക്സുകൾ എന്തൊക്കെയാണ്? സെൻട്രൽ ഗവൺമെൻറ് വാങ്ങിയിരുന്ന കുറേ ടാക്സുകൾ ഇതിലേക്ക് മെർജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് കളക്ട് ചെയ്തിരുന്ന കുറേ ടാക്സുകളും GST വന്നതോടുകൂടി അതിലേക്ക് മെർജ് ചെയ്തിട്ടുണ്ട്. ആദ്യം സെൻട്രൽ ഗവൺമെൻറ് വാങ്ങിയിരുന്ന ഏതൊക്കെ ടാക്സുകളാണ് മെർജ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. പ്രധാനമായിട്ടും എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്, സെൻട്രൽ സെയിൽസ് ടാക്സ്. ഈ 3 ടാക്സുകളാണ് പ്രധാനമായിട്ടും GSTയിലേക്ക് മെർജ് ചെയ്തിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്തിരുന്ന ടാക്സുകൾ. ഇനി സ്റ്റേറ്റ് ഗവൺമെൻറ് കളക്ട് ചെയ്തിരുന്ന ഏതൊക്കെ ടാക്സുകളാണ് GST വന്നതോടുകൂടി അതിലേക്ക് മെർജ് ചെയ്തതെന്ന് നോക്കാം. ഒക്ട്രോയ് ആൻഡ് എൻട്രി ടാക്സ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, വാല്യൂ ആഡഡ് ടാക്സ്, VAT, ദെൻ ലക്ഷറി ടാക്സ്. ഇതൊക്കെയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് കളക്ട് ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ടാക്സുകൾ. ഇതെല്ലാം GST വന്നതോടുകൂടി GSTയിലേക്ക് മെർജ് ചെയ്തു. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ദെൻ GSTയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, GST ഈസ് എ കോമൺ ലോ ആൻഡ് പ്രൊസീജിയർ ത്രൂ ഔട്ട് ദ കൺട്രി. നേരത്തെ GSTയുടെ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞു, വൺ നാഷൻ വൺ ടാക്സ്. അപ്പോൾ ഈ GST ആക്ട് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകൾക്കും ബാധകമാണ്. അപ്പോൾ അതിൽ പറയുന്ന പ്രൊസീജിയർ, അതിൽ പറയുന്ന റൂൾസ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ബാധകമായിട്ടുള്ള ഒരു നിയമമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. GST ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആൻഡ് ലെവീഡ് അറ്റ് എ സിംഗിൾ പോയിന്റ് അറ്റ് ദ ടൈം ഓഫ് കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ ദി എൻഡ് കൺസ്യൂമർ. ഈ ടാക്സ് കൊടുക്കേണ്ടത് ആരാണോ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് സ്വീകരിക്കുന്നത്
അവരാണ് ഈ ടാക്സ് അൾട്ടിമേറ്റ്ലി പേ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇതിനെ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് എന്ന് പറയുന്നത്. എവിടെയാണോ ഈ സാധനം അല്ലെങ്കിൽ സേവനം വിൽക്കപ്പെടുന്നത് അവിടെ നിന്നാണ് ഈ ടാക്സ് കളക്ട് ചെയ്യുന്നത്. ദെൻ there is no multiple levy of tax on goods and services such as sales tax, entry tax, octroi, entertainment tax or luxury tax. അപ്പോൾ നേരത്തെ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും കളക്ട് ചെയ്തിരുന്ന കുറേയധികം ടാക്സുകൾ GST വന്നതോടുകൂടി അതിലേക്ക് മെർജ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മൾട്ടിപ്പിൾ ലെവി ഓഫ് ടാക്സ് എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇന്ന് നിലവിലില്ല. ഇത്രയാണ് GSTയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. ഇനി GSTയുടെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയാണ് GST കളക്ട് ചെയ്യുന്നത്, ഏതൊക്കെ സമയങ്ങളിലാണ് GST കളക്ട് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് ഇത് ഗവൺമെൻറ്റിന് വരുമാനമായിട്ട് മാറുന്നത്, ഏതൊക്കെ ഗവൺമെൻറ്റുകൾക്കാണ് ഇതിൻ്റെ വരുമാനം കിട്ടുന്നത് എന്നാണ് ഇനി നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് മൂവ് ചെയ്യുന്നത് നൽകപ്പെടുന്നത് രണ്ട് രീതിയിലാണ്. ഒരു സ്റ്റേറ്റിനകത്ത് തന്നെ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. ദെൻ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക്, ഒരു സംസ്ഥാനത്തിൽ നിന്ന് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് സാധനങ്ങൾ മൂവ് ചെയ്യുന്ന സാഹചര്യങ്ങളും വരാറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും രണ്ട് തരം മൂവ്മെൻ്റാണ് വരുന്നത്. ഒന്ന് ഇൻട്രാ സ്റ്റേറ്റ് മൂവ്മെൻറ്റ് ആൻഡ് സെക്കൻഡ് ഇൻ്റർ സ്റ്റേറ്റ് മൂവ്മെൻറ്റ്. ഒരു സംസ്ഥാനത്തിനകത്തുള്ള സാധനങ്ങളുടെ കൈമാറ്റത്തെ ഇൻട്രാ സ്റ്റേറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയും. രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിൽ വരുന്ന മൂവ്മെൻറ്റിനെ ഇൻ്റർ സ്റ്റേറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നു. ഇനി ഇൻട്രാ സ്റ്റേറ്റ് മൂവ്മെൻ്റ് ആണെങ്കിൽ എങ്ങനെയാണ് GST കളക്ട് ചെയ്യുന്നതെന്ന് പരിശോധിക്കാം. ഒരു സംസ്ഥാനത്തിനകത്ത് ഒരു സാധനം വിൽക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ സെല്ലറും ബയ്യറും ഒരേ സ്റ്റേറ്റിലാണെങ്കിൽ അവിടെ ആ ബയ്യറിൽ നിന്നും അല്ലെങ്കിൽ ആ കസ്റ്റമറിൽ നിന്നും GST കളക്ട് ചെയ്യുന്നുണ്ട്. ആ GSTയിലെ ഒരു പോർഷൻ സെൻട്രൽ ഗവൺമെൻറ്റിന് അവകാശപ്പെട്ടതാണ്. ദെൻ അങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ള ടാക്സിലെ ഒരു പോർഷൻ അത് ഏത് സ്റ്റേറ്റിലാണോ കച്ചവടം നടന്നിട്ടുള്ളത് ആ സ്റ്റേറ്റിന് അല്ലെങ്കിൽ ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അവകാശപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ ഇൻട്രാ സ്റ്റേറ്റ് മൂവ്മെൻ്റ് ആണെങ്കിൽ ആ GST രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ ഒരു പോർഷനെ പറയുന്ന പേര് CGST എന്നാണ്, സെൻട്രൽ GST, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ദെൻ അങ്ങനെ കളക്ട് ചെയ്യുന്ന GSTയിലെ രണ്ടാമത്തെ പോർഷനെ പറയുന്ന പേര് SGST, സ്റ്റേറ്റ് GST, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അപ്പം അങ്ങനെ ഒരു സ്റ്റേറ്റിനകത്ത് ഒരു കച്ചവടക്കാരൻ ഒരു കസ്റ്റമർക്ക് സാധനങ്ങൾ വിറ്റ് GST കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു പോർഷൻ സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് അടക്കാനുള്ളതാണ്. അത് ഏതാണ് പോർഷൻ? CGST, GST ലെവീഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. ദെൻ അങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ള GSTയിലെ ഒരു പോർഷൻ എവിടെ അടക്കണം? സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് അടക്കണം. അതാണ് SGST, GST ലെവീഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇനി ഇൻ്റർ സ്റ്റേറ്റ് മൂവ്മെൻ്റ് ആണെങ്കിൽ എങ്ങനെയാണ് GST കളക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അങ്ങനെ കളക്ട് ചെയ്യുന്ന GST പറയുന്ന പേര് IGST എന്നാണ്, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അപ്പോൾ കേരളത്തിലുള്ള ഒരു കച്ചവടക്കാരൻ തമിഴ്നാട്ടിലുള്ള ഒരു കസ്റ്റമർക്ക് സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ അവിടെ കളക്ട് ചെയ്യുന്ന GSTയെ നമ്മൾ പറയുന്ന പേര് IGST എന്നാണ്, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഒരുമിച്ച് കളക്ട് ചെയ്യുന്ന ടാക്സാണ്. GST ലെവീഡ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് കൺകറൻ്റ്ലി. IGST കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. ദെൻ അങ്ങനെ കളക്ട് ചെയ്ത GSTയിൽ നിന്ന് ഒരു പോർഷൻ ആ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ആര് കൊടുക്കും? സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കും. അപ്പോൾ ഇന്ത്യയിൽ പ്രധാനമായിട്ടും രണ്ട് തരം മൂവ്മെൻ്റാണ് നടക്കുന്നത്. ഒന്ന് ഇൻട്രാ സ്റ്റേറ്റ് മൂവ്മെൻറ്റ്, ഒരു സംസ്ഥാനത്തിനകത്ത് നടക്കുന്ന കച്ചവടം. രണ്ട് ഇൻ്റർ സ്റ്റേറ്റ് മൂവ്മെൻറ്റ്, രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിൽ നടക്കുന്ന കച്ചവടം. ഒരു സംസ്ഥാനത്തിനകത്ത് നടക്കുന്ന കച്ചവടമാണെങ്കിൽ അവിടെ സെൻട്രൽ ഗവൺമെൻറ്റിനുള്ള ടാക്സ് പോർഷനെ പറയുന്ന പേര് CGST എന്നാണ്. ദെൻ ആ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അവകാശപ്പെട്ട പോർഷനെ പറയുന്ന പേര് SGST എന്നാണ്. ദെൻ രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിലാണ് ടാക്സ് കളക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്ന പേര് IGST, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറയും. അത് സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്ത് അതിലൊരു പോർഷൻ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് ഡിഫറെൻറ്റ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്, ഡബിൾ എൻട്രി സിസ്റ്റം ആൻഡ് സിംഗിൾ എൻട്രി സിസ്റ്റം. ദെൻ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്, ക്യാഷ് ബേസിസ് ആൻഡ് അക്രൂവൽ ബേസിസ്. പിന്നീട് നമ്മൾ മനസ്സിലാക്കിയത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണ്,
ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം എന്താണ്, അത് നിലവിൽ വരാനുള്ള സാഹചര്യം എന്തായിരുന്നു, ദെൻ എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അപ്പോൾ ഈ ക്ലാസ്സോടുകൂടി രണ്ടാമത്തെ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അടുത്ത ദിവസം നമുക്ക് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ എന്നുള്ള പുതിയ ചാപ്റ്റർ തുടങ്ങാം. ഓക്കെ.